ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊട്ടിയൂർ പെരുമാളിന് ഇളനീർ അഭിഷേകം നടന്നു. അഭിഷേകം ഇന്ന് രാവിലെ വരെ നീണ്ടുനിന്നു. ആയിരങ്ങളാണ് ദർശന പുണ്യം തേടി ദിവസവും കൊട്ടിയൂരിലേക്ക് എത്തുന്നത്. വൈശാഖ മഹോത്സവത്തിലെ അതിവിശിഷ്ടമായ ചടങ്ങാണ് ഇളനീർ അഭിഷേകം. വ്രതക്കാർ കൊണ്ടുവന്ന ഇളനീരുകൾ ഇന്ന് പുലർച്ചെ മുതൽ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു. വ്യാഴാഴ്ച അഷ്ടമി ആരാധനാ നാളിൽ ഇളനീരാട്ടത്തിൽ പങ്കെടുത്ത് ദർശന പുണ്യം നേടാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിലെത്തിയത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിച്ച് സന്തുഷ്ടനാക്കിയത് ഇളനീർ അഭിഷേകത്തിലൂടെയാണെന്നാണ് വിശ്വാസം. വ്യാഴാഴ്ച ഉച്ചയോടെ അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ അതീവ ഗൂഢ പൂജയായ അഷ്ടമി ആരാധന നടന്നു. ഉച്ച ശീവേലിക്ക് ശേഷം ഭണ്ഡാര അറയ്ക്ക് മുന്നിലാണ് അഷ്ടമി ആരാധന നടന്നത്. പന്തീരടി കാമ്പ്രം സ്ഥാനികനാണ് അഷ്ടമി ആരാധനയ്ക്ക് കാർമ്മികത്വം വഹിച്ചത്. രാത്രിയിൽ ദൈവത്തിന്റെ വരവ് എന്നറിയപ്പെടുന്ന കൊട്ടേരിക്കാവ് മുത്തപ്പന്റെ എഴുന്നള്ളത്ത് നടന്നു. പുറങ്കലയൻ എന്ന സ്ഥാനികൻ മുത്തപ്പൻ വേഷം ധരിച്ച് എഴുന്നള്ളുന്ന ചടങ്ങാണിത്. ഇതോടൊപ്പം കോവിലകം കയ്യാല തീണ്ടുക എന്ന ചടങ്ങും നടന്നു. ദൈവത്തിന്റെ വരവിന് ശേഷം പാലക്കുന്നം നമ്പൂതിരി രാശി വിളിച്ചതോടെയായിരുന്നു ഇളനീരാട്ടം. ഇളനീരാട്ടത്തിന് ശേഷം ഇളനീർ തുണ്ടുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന ജൂൺ 2-നും അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ജൂൺ 6-നും നടക്കും. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.